ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഉദ്ഭവപാപം എന്താണത്? ജന്മപാപം എന്ന് വിളിക്കുന്നത് എന്താണത്? എന്തായിരുന്നു ഇസ്രായേലിന്റെ ഉദ്ഭവപാപം? എന്താണ് എറണാകുളത്തിന്റെ ഉദ്ഭവപാപം? പല അകത്തോലിക്കരും, കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവര് ഉദ്ഭവപാപം ഇല്ലെന്ന് വാദിക്കുന്നു. പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ഉദ്ഭവപാപം സാധ്യമല്ലെന്ന് ചില യുക്തിവാദികൾ ചിന്തിക്കുന്നു. ഒരൊറ്റ സ്ത്രീയിൽ നിന്നാണ്, ഹവ്വയിൽ നിന്നാണ് മനുഷ്യവംശം മുഴുവൻ ജനിച്ചതെന്ന് തെളിയിക്കാൻ ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ടോ? മാതാപിതാക്കളിലൂടെ ജനിക്കുന്നതിലൂടെ പാപം പകരുന്നുവെന്ന് ചിന്തിക്കാൻ കഴിയുമോ? ബൈബിളിൽ ഉത്ഭവപാപത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ലെന്നും ആഗസ്തീനോസിന്റെ കണ്ടുപിടുത്തമായിരുന്നു അതെന്നും ചില വേദശാസ്ത്രികൾ പറയുന്നത് എന്തുകൊണ്ട്? എന്താണ് നമ്മുടെ മറുപടി? അച്ഛൻ എന്തിനാണ് എപ്പോഴും ഈ എറണാകുളത്തിന്റെ കാര്യം ഇവിടെ പറയുന്നത്? അതൊരു നിഷേധാത്മക ചിന്തയല്ലേ? നെഗറ്റീവ് ചിന്തയല്ലേ? ഉദ്ഭവപാപത്തിന്റെ സ്വഭാവം അറിയാൻ നമ്മുടെ കൺവെട്ടത്ത് ഇത്ര നല്ല ഉദാഹരണമുള്ളപ്പോൾ അത് നാം പഠിക്കേണ്ടതില്ലേ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം ഇന്നത്തെ വേദപാഠകം, ലത്തീൻ വേദപാഠകം, നോമ്പുകാലം, ലത്തീൻ സഭയുടെ രീതി അനുസരിച്ച് നോമ്പുകാലം 1-ാം ഞായർ, ഈ ദിവസത്തെ വായന, നമ്മുടെ ലേഖനത്തിലുള്ള വായന, റോമാലേഖനം 5-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്രകാരം എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലേക്കും കടന്നിരിക്കുന്നു. ന്യായപ്രമാണം വരെ പാപം ലോകത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. എങ്കിലും വരാനിരുന്നവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായ പാപം ചെയ്യാത്തവരുടെ മേലും മരണം ആദാം മുതൽ മോശ വരെ ആധിപത്യം പുലർത്തിയിരുന്നു. എന്നാൽ ലംഘനം പോലെയല്ല കൃപാദാനം. ഒരുവന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകരിലേക്ക് ഏറ്റവും അധികം കവിഞ്ഞൊഴുകിയിരിക്കുന്നു. ഒരുവൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഒരുവന്റെ പാപം ശിക്ഷാവിധിക്ക് ഹേതുവായി തീർന്നു. കൃപാവരമോ അനേകം ലംഘനങ്ങളെ മോചിക്കുന്ന നീതിമൽക്കരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഒരുവന്റെ ലംഘനത്താൽ മരണം ആ ഒരുവൻ മൂലം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തുവെന്ന ഏകൻ നിമിത്തം എത്രയോ അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവദായകമായ നീതിമൽക്കരണവും വന്നു. ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. നമ്മൾ ഇതിലത്തെ ആദ്യത്തെ വചനം, 12-ാമത്തെ വചനം മാത്രമാണ് ധ്യാനിക്കുന്നത്. അതുതന്നെ വളരെ ആഴമേറിയതാണ്. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചാണ് 12-ാമത്തെ വാക്യം മുതൽ 21-ാം വാക്യം വരെ പൗലോസ് ലീഗ ചർച്ച ചെയ്യുന്നത് റോമാലേഖനത്തിൽ. ആദ്യത്തെ മനുഷ്യനായ ആദാമും അവസാനത്തെ മനുഷ്യനായ ക്രിസ്തുവുമായി താരതമ്യം ചെയ്യുകയാണ് പൗലോസ്. ഞാൻ ആൽഫയും ഒമേഗയുമാണ് എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപാട് പുസ്തകത്തിലുണ്ട്. അപ്പോൾ അവസാനം നിൽക്കുന്ന മനുഷ്യനും അവൻ തന്നെയാണ്. ഈ അവസാനം എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് എസ്കാത്തോസ് എന്നാണ്. നമ്മൾ എസ്കത്തോളജി എന്നൊക്കെ പറയും, യുഗാന്ത ശാസ്ത്രം. എസ്കാത്തോസ് എന്ന വാക്കിന് അവസാനം എന്ന് മാത്രമല്ല അർത്ഥം, അതിന് മാതൃക എന്നർത്ഥമുണ്ട്. അവസാന മനുഷ്യൻ എന്നതിന് പകരം എക്സംപ്ലറി മാൻ, മാതൃകാ മനുഷ്യൻ എന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പ തർജ്ജമ ചെയ്യുന്നത്. അതിന് കംപ്ലീറ്റ് മാൻ, എല്ലാം തികഞ്ഞ മനുഷ്യൻ എന്നർത്ഥമുണ്ട്. പെർഫെക്റ്റ് മാൻ, പരിപൂർണ മനുഷ്യൻ എന്നർത്ഥമുണ്ട്. എന്തുകൊണ്ടാണ് യേശുവിനെ അങ്ങനെ വിളിക്കുന്നത്? ദൈവം മനുഷ്യനായ വ്യക്തിയാണ് യേശു, ദൈവം മനുഷ്യനായ വ്യക്തി. അപ്പൊ അവൻ ഏറ്റവും തുടക്കത്തിൽ നിൽക്കുന്നു, ഏറ്റവും അവസാനം നിൽക്കുന്ന അവൻ തന്നെയാണ്. അവസാനത്തെ ആദാം സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യനാണ്, ആത്മാവിന്റെ മനുഷ്യനാണ്. അതുകൊണ്ട് എല്ലാം തികഞ്ഞ മനുഷ്യനാണ്. ഉത്തമനായ മനുഷ്യൻ ഒരേ ആളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. കാരണം അവൻ ദൈവം മനുഷ്യനായ വ്യക്തിയാണ്, സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യനാണ്, ആത്മാവിന്റെ മനുഷ്യനാണ്. അപ്പൊ ആദ്യത്തെ മനുഷ്യനായ ആദാമും അവസാനത്തെ മനുഷ്യനായ മാതൃകാ മനുഷ്യനായ യേശുവും തമ്മിലുള്ള ഒരു താരതമ്യമാണ് പൗലോസ് അവതരിപ്പിക്കുന്നത്. രണ്ടു പേരുടെയും പ്രവൃത്തികള് ലോകത്തെ ആകമാനം ബാധിക്കുന്നു.
കാരണം രണ്ടുപേരും തമ്മിൽ സാദൃശ്യം മാത്രമല്ല, രണ്ടുപേരും മാനദണ്ഡമാണ്. രണ്ടുപേരും തമ്മിൽ അന്തരമുണ്ട്, പക്ഷെ രണ്ടുപേരും മാനദണ്ഡമാണ്. മാനദണ്ഡം എന്നതിന് ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. എന്താണ് ഈ മാനദണ്ഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ശാസ്ത്രലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഉദാഹരണം. അപ്പൊ അത് കുറച്ചുകൂടി ബലം കൂടുമല്ലോ. കാരണം വിശ്വാസികൾക്ക് ചില ശാസ്ത്രീയ സത്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. മാത്രമല്ല, ശാസ്ത്രീയ സത്യം എന്ന് പറയാൻ പറ്റില്ല, സിദ്ധാന്തനെ പറയാൻ പറ്റൂ. സത്യത്തെക്കുറിച്ചുള്ള ചില വിശദീകരണങ്ങളാണ് സിദ്ധാന്തം. സത്യം മാറില്ല, പക്ഷെ സിദ്ധാന്തം മാറും. ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ശാസ്ത്രീയ സത്യം എന്ന് ആൾക്കാർ പറയാറില്ല, ശാസ്ത്രീയ സിദ്ധാന്തം. അതായത് സത്യത്തെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ വിശദീകരണം, അത് പിന്നെ മാറിക്കൊണ്ടിരിക്കും. അപ്പോ ഇപ്പോ നിലവില് കുറെ യുക്തിവാദികളും പിന്നെ നിരീശ്വരന്മാരും കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെ കുറെ പേര് ചിന്തിക്കുന്ന ഒരു ശാസ്ത്രീയ ഉദാഹരണം വിശ്വാസികൾക്ക് അത്ര സ്വീകാര്യമല്ല, അതിനാവശ്യമില്ല. എങ്കിൽ അവരോടും സുവിശേഷം പ്രസംഗിക്കണമല്ലോ. അതുകൊണ്ട് ഞാനത് അവതരിപ്പിക്കുകയാണ്. ആ പരിണാമ സിദ്ധാന്തം അനുസരിച്ച്, ശാസ്ത്രീയ സിദ്ധാന്തം എന്ന് പറഞ്ഞ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ആദ്യത്തെ മനുഷ്യന് ഒരു മാനുഷിക പിതാവ് ഉണ്ടായിരുന്നോ? പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ഏറ്റവും ആദ്യത്തെ മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഒരു മാനുഷിക പിതാവ് ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ശാസ്ത്രീയ സിദ്ധാന്തം അനുസരിച്ച് ആദ്യ മനുഷ്യന് ഒരു മാനുഷിക പിതാവ് ഇല്ലാതെ തന്നെ ജനിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ആ ആദ്യ മനുഷ്യന്റെ മക്കളൊക്കെ മനുഷ്യരാകാൻ വേണ്ടി ജനിച്ചവരാണ്. അപ്പൊ ആദ്യ മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യർക്ക് മാനുഷിക പിതാവില്ല. അതേസമയം അവർക്ക് ജനിക്കുന്നവരൊക്കെ മനുഷ്യരാകുന്നു. അപ്പൊ ഒരു മാനദണ്ഡമല്ലേ ഈ ആദ്യത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു മാനദണ്ഡമല്ലേ? ഇതിനെയാണ് മാനദണ്ഡം എന്ന് പറഞ്ഞത്. അയാൾക്കൊരു മാനുഷിക പിതാവില്ല, പക്ഷെ അയാളുടെ മക്കളൊക്കെ മനുഷ്യരായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ ആദ്യ മനുഷ്യൻ ഒരു മാനദണ്ഡമാണെന്ന് പറയുന്നത്. ഇതേ മാനദണ്ഡം, ഇതേ ക്രൈറ്റീരിയൻ, ശാസ്ത്രീയമായിട്ടുള്ള ഈ വിശദീകരണം അവസാനത്തെ മനുഷ്യന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ, അവസാനത്തെ മനുഷ്യനും മാനുഷിക പിതാവില്ല. ജോസഫിന്റെ മകനല്ല അവസാനത്തെ മനുഷ്യനായി യേശു. അവസാനത്തെ മനുഷ്യനായി യേശുവിനും മാനുഷിക പിതാവില്ല. അപ്പൊ എന്റെ ചോദ്യം ശാസ്ത്രലോകത്തോടും യുക്തിവാദികളോടൊക്കെ എന്റെ ചോദ്യം ഇതാണ്, ആദ്യത്തെ മനുഷ്യന് മാനുഷിക പിതാവില്ലാതെ മനുഷ്യനായി ജനിക്കാൻ സാധിച്ചുമെങ്കിൽ, ശാസ്ത്രമനുസരിച്ച് ആദ്യത്തെ മനുഷ്യന് ഒരു മാനുഷിക പിതാവില്ലാതെ ജനിക്കാൻ സാധിച്ചുവെങ്കിൽ, അവസാനത്തെ മനുഷ്യന് ഒരു മാനുഷിക പിതാവില്ലാതെയാണ് ജനിച്ചതെന്ന് ബൈബിൾ പറയുന്നതിൽ എന്തെങ്കിലും യുക്തിരാഹിത്യമുണ്ടോ? എന്തെങ്കിലും അയുക്തിയുണ്ടോ? യുക്തിയില്ലായ്മയുണ്ടോ? ഈ കന്യകയിൽ നിന്നുള്ള ഗർഭധാരണത്തിന് ഞാൻ ശാസ്ത്രീയമായിട്ടുള്ള യുക്തിയാണ് ചോദിക്കുന്നത്. ഇതാണ് ഈ മാനദണ്ഡം എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് പേരേ ഉള്ളൂ, ആദ്യത്തെ മനുഷ്യനും അവസാനത്തെ മനുഷ്യനും. അവർ രണ്ടുപേരും മറ്റെല്ലാ മനുഷ്യർക്കും മാനദണ്ഡമാണ്. ആദ്യത്തെ മനുഷ്യൻ മനുഷ്യരായി ജനിക്കുന്നവർക്ക് ഒരു മാനദണ്ഡമാണ്. അവസാനത്തെ മനുഷ്യൻ ആത്മാവിൽ ജനിക്കുന്ന മനുഷ്യർക്ക്, സ്വർഗത്തിൽ ജനിക്കുന്ന മനുഷ്യർക്ക് ഒരു മാനദണ്ഡമാണ്. ഇതാണ് ഈ പൗലോസ് പറയുന്ന ഈ തരതമ്മം. രണ്ട് പേരാണ് എല്ലാ മനുഷ്യർക്കും മാനദണ്ഡമായിട്ടുള്ളൂ. ആദ്യത്തെ മനുഷ്യനായ ആദാമും അവസാനത്തെ മനുഷ്യനായ യേശുക്രിസ്തുവും. ഇവർ തമ്മിൽ സാദൃശ്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അന്തരമുണ്ട്. ദുരിതം കൊണ്ടാണ് ആദാം ഈ ലോകത്തെ നിറച്ചത്. ദുരിതം, പാപം കൊണ്ടുവന്ന ദുരിതം. ക്രിസ്തുവാകട്ടെ ലോകത്തെ പാപത്തിന് അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുകയാണ്. ആദാമിന്റെ കലാപം വരുത്തിവെച്ച നാശനഷ്ടങ്ങളെ ബഹുദൂരം കവച്ചു വെക്കുന്നതാണ് ക്രിസ്തുവിന്റെ കൃപ എന്ന കാര്യത്തിന് പൗലോസ് ഊന്നൽ നൽകുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 385, 388 നിങ്ങൾക്ക് വായിക്കാം. പഴയ മനുഷ്യവംശത്തിന്റെ തലവനാണ് ആദാം. പുതിയ മനുഷ്യവംശത്തിന്റെ തലവനാണ് അവസാനത്തെ ആദാമായ ക്രിസ്തു. ബൈബിളിന്റെ വീക്ഷണത്തിൽ രണ്ട് മനുഷ്യവംശങ്ങളുണ്ട്. ഒന്ന് ആദാമിൽ നിന്ന് ആരംഭിച്ച് ജോസഫിൽ തീരുന്നു. രണ്ടാമത്തത് മറിയത്തിൽ ആരംഭിച്ച്, ശരിക്കും യേശു ക്രിസ്തുവില്, പക്ഷേ യേശുവിന്റെ ഭൂമിയിൽ കൊണ്ടുവന്നത് മറിയത്തില് ആരംഭിച്ച് ലോകാവസാനത്തിൽ കർത്താവിന്റെ ദിവ്യാഗമനത്തിൽ അവസാനിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട മനുഷ്യവംശമാണത്. ഇല്ലേ? അധപതിച്ച മനുഷ്യവംശവും വീണ്ടെടുക്കപ്പെട്ട മനുഷ്യവംശവും. ഇങ്ങനെ രണ്ട് മനുഷ്യവംശങ്ങളുണ്ട് പൗലോസിന്റെ വീക്ഷണത്തില്, ബൈബിളിന്റെ വീക്ഷണത്തില്. അത് വളരെ യുക്തിഭദ്രമാണ്. അതിനകത്ത് ഒരു അയുക്തി ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് കൊണ്ട് അല്ലെങ്കിൽ ഒരു സൂചന കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി പൗലോസിന്റെ വചനം. അതുകൊണ്ട് ഒരു മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഒരു മനുഷ്യനായി പാപം ആദാമിലൂടെ ലോകത്തിലേക്ക് അതിക്രമിച്ച് കയറി. ദൈവത്തോടുള്ള തന്റെ പ്രതിബദ്ധതയെ ക്ഷീണിപ്പിക്കാൻ ആദാം തന്റെ ഭാര്യയുടെയും പിശാചിന്റെയും പ്രലോഭനങ്ങളെ അനുവദിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 7 വരെയും ജ്ഞാനത്തിന്റെ പുസ്തകം 2:24 ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. പാപം എന്ന വാക്ക് നോക്കുക.
പാപത്തെ ഒരാളായി സങ്കല്പിച്ചിരിക്കുകയാണ് പൗലോസ്. ഈ സകല ഇല്ലേ ഈ എന്താണ്, അതുകൊണ്ട് ഒരു മനുഷ്യൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പൊ പാപത്തെ ഒരാളായി സങ്കല്പിച്ചിരിക്കുക, പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും. ദുഷ്ടവിചാരവും ദ്രോഹബുദ്ധിയുമുള്ള തിന്മയുടെ ഈ ശക്തി അല്ലെങ്കിൽ ഈ ആള് എപ്പോഴും ദൈവത്തെ എതിർക്കുന്നു. മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായി പാപത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ആദാമിന്റെ പാപത്തിലൂടെ അത് ലോകത്തിലേക്ക്, മനുഷ്യ ചരിത്രത്തിലേക്ക് അഹന്തയോടെ കാല് കവച്ച് വെച്ച് കയറി. റോമാലേഖനം 6-ാമത്തെ അധ്യായം 12 മുതൽ 14 വരെയും 7-ാമത്തെ അധ്യായം 7 മുതൽ 23 വരെയും ഇക്കാര്യങ്ങൾ പൗലോസ് വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ട്. എങ്കിലും മനുഷ്യന്റെ പാപാവസ്ഥയ്ക്ക് ആദാമിന്റെ പാപം മാത്രമല്ല കാരണമെന്നും ഈ വാക്യത്തിൽ പൗലോസ് സൂചന നൽകുന്നു. നമ്മൾ അതിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഈ മരണം എന്നതിനും ഈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരാളായിട്ടാണ്. മരണത്തെ, പാപത്തെ മാത്രമല്ല മരണത്തെ ഒരാളായിട്ടാണ്. അനുസരണക്കേടിനുള്ള ശിക്ഷ മരണമാണെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകിയിരുന്നു വളരെ കൃത്യമായിട്ട്. ആ വിലക്കപ്പെട്ട കനി തിന്നുന്ന ദിവസം നീ മരിച്ചുകൊണ്ട് ചാവും. തീർച്ചയായിട്ടും മരിക്കുമെന്ന് നമ്മൾ തർജ്ജമ ചെയ്യണം, പക്ഷെ അതൊരു സെമിറ്റിക് ഘടനയാണ്. അതുകൊണ്ട് ഡൈയിങ് യു വിൽ ഡൈ എന്നാണ്. നീ മരിച്ചുകൊണ്ട് ചത്തുപോകും, തീർച്ചയായിട്ടും മരിക്കും. വിലക്കപ്പെട്ട കനി തിന്നാൽ നീ മരിക്കും, ദൈവമാണ് പറയണേ. അപ്പൊ അതിന് ആ വാക്കിനില്ല, ഒരു മാറ്റമില്ല. ഉൽപ്പത്തി 2:17 ഈ അപായ സൂചന നിലനിൽക്കെ ബോധപൂർവം അവൻ ധിക്കരിച്ചതിലൂടെ ഉടനെ തന്നെ അവന്റെ ആത്മാവും മരണത്തിന് വിധേയമായി, പിന്നെ അതിന്റെ തൽഫലമായി ശരീരവും. ഇതാണ് ഉൽപ്പത്തി 3:19 പറയണേ. ഞാൻ പറഞ്ഞല്ലോ, പാപത്തെ ആളായി സങ്കല്പിച്ചതുപോലെ മരണത്തെയും ആളായി സങ്കല്പിച്ചിരിക്കുക. പേഴ്സോണിഫിക്കേഷൻ ഓഫ് ഡെത്ത് എന്ന് പറയും. മനുഷ്യ ചരിത്രത്തിലേക്ക് കടന്നു വന്ന ഒരു കഥാപാത്രമായിട്ടും മരണത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. പാപത്തെ ഒരു കഥാപാത്രമായിട്ടും പാപത്തിലൂടെ വന്ന മറ്റൊരു കഥാപാത്രം മരണം. പ്രജാപീഡകനായ ഒരു നാടുവാഴിയെ പോലെ അല്ലെങ്കിൽ സഭാപീഡകനായ ഒരു അധികാരിയെ പോലെ പെരുമാറുകയാണ് മരണം. ഇതാണ് റോമാലേഖനം 5:14, 5:17 കാണുന്നത്. ആദാമിന്റെ വംശത്തിൽ ജനിക്കുന്ന എല്ലാവരുടെയും മേല് ഈ മരണം, പാപം ആധിപത്യം പുലർത്താണ്. ഒരു നിഷ്ഠൂരനായ നാടുവാഴിയെ പോലെ, സ്വേച്ഛാധിപതിയായ ഏകഛത്രാധിപതിയായ ഒരു ഭരണകർത്താവിനെ പോലെ പാപവും മരണവും ഈ ആദാമിന്റെ വംശത്തിൽ ജനിക്കുന്ന എല്ലാവരുടെ മേലും ആധിപത്യം പുലർത്തുകയാണ്. ഈ മരണം എന്നതിന് ഗ്രീക്കില് ഥനാത്തോസ് എന്നാണ്. ഥനാത്തോസ് നമുക്ക് പരിചയമുള്ള വാക്കാണിത്. യൂത്തനാസി എന്നും പറയും. എവു എന്ന് പറഞ്ഞാൽ നല്ലത്, ഥനാത്തോസ് മരണം, നല്ല മരണം. നമ്മൾ ദയാവധം എന്ന് പറയും. എവുത്തനാസിയ എന്ന് പറയും. യൂത്തനാസിയ, എവുത്തനാസിയ ഥനാത്തോസ് എന്ന വാക്കിൽ നിന്നാണ്. ഈ ഥനാത്തോസ് എന്ന് പറഞ്ഞ മരണം, നമ്മൾ ആളായി മാറിയ ആത്മാവ് ദേഹത്തിൽ വേർപ്പെടുന്ന നിമിഷമായ ശാരീരിക മരണത്തെ മാത്രമല്ല ഈ ഥനാത്തോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു മരണനിമിഷം ഉണ്ടല്ലോ, നമ്മുടെ ആത്മാവ് ശരീരത്തിൽ വേർപ്പെടുന്നത്, ആളായി മാറിയ ആത്മാവ്, അതിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ജീവന്റെ ഏക ഉറവിടമായ ദൈവത്തിൽ നിന്ന് മനുഷ്യ വ്യക്തികൾ വേർപിരിയുന്ന ആത്മീയ മരണത്തെയും ഇത് സൂചിപ്പിക്കുന്നു. മരണം, ഥനാത്തോസ് എന്ന വാക്കിന് ആത്മാവ് ശരീരത്തിൽ വേർപ്പെടുന്നത് മാത്രമല്ല, ജീവന്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് മനുഷ്യ വ്യക്തികള്, ആളുകള് വേറിട്ട് മാറുക, വേർപിരിയ. റോമാലേഖനം 5:21, 6:21, 6:23, 8:2, 8:6 അത് കാണാം. ഒരു പ്രാപഞ്ചിക ശക്തിയാണത്. പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുകയല്ലേ മരണം, പാപവും. 8:30 റോമാലേഖനം 8:38, 1 കൊറിന്തോസ് 3:22 പ്രാപഞ്ചിക ശക്തിയായ അതിനെ പരാജയപ്പെടുത്തേണ്ട അവസാന ശത്രുവായിട്ടാണ് പൗലോസ് അവതരിപ്പിക്കുന്നത്. 1 കൊറിന്തോസ് 15:56 ദൈവത്തിനെതിരെ നിൽക്കുന്ന ഈ മരണം എന്ന ആളെ യേശു തോൽപ്പിക്കും. അവൻ അന്തിമ ശത്രുവാണ്. അപ്പൊ ഇപ്പോഴും ഇനി തോൽപ്പിക്കപ്പെടാൻ കിടക്കുകയാണ്, മുഴുവൻ തോൽപ്പിച്ചിട്ടില്ല. ഇങ്ങനെ പിശാചിനെയും പാപത്തേക്ക് ബന്ധിച്ചു എന്ന് പറയുമ്പോഴും തീർത്തും കൊന്നു കളഞ്ഞിട്ടില്ല. അത് സംഭവിക്കുന്നത് ഭാവിയിലാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്രകാരം എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലേക്കും കടന്നിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്യുകയാൽ. മനുഷ്യ കുടുംബത്തിന്റെ പിതാവായിരുന്നു ആദാം, ആദ്യത്തെ മനുഷ്യവംശത്തിന്റെ. അതിനാൽ ആദാം ദൈവത്തിന് പുറംതിരിഞ്ഞ്
നിന്നപ്പോൾ മനുഷ്യവംശത്തെ ആകെ വഞ്ചിക്കുകയായിരുന്നു, ചതിക്കുകയായിരുന്നു. അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഈ ആദാമിന്റെ പാപം ബാധിച്ചു. നാം എല്ലാവരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ആദാമിന്റെ പാപം പ്രാതിനിധ്യ സ്വഭാവമുള്ള പ്രവൃത്തിയായിരുന്നു. അതിനാൽ ആദാമിനെ മാത്രമല്ല ആദാമിന്റെ പാപം വ്രണപ്പെടുത്തിയത്, പ്രത്യുത മനുഷ്യ കുടുംബത്തെ ആകെ സഹനത്തിലേക്കും ദൈവത്തിന് അകൽച്ചിലേക്കും വലിച്ചിഴച്ചു. കത്തോലിക്ക സഭയുടെ മതബോധനം 402 മുതൽ 405 വരെ. ഇത് അത്ര ഗ്രഹിക്കാൻ അത്ര പ്രയാസം ഇല്ലെന്ന് എന്റെ ഒരു തോന്നല്. ഞാനൊരു ഉദാഹരണം പറയാം. ചോദ്യം ചെയ്യാൻപ്പെടാൻ സാധ്യതയുള്ള ഒരു ഉദാഹരണമാണ്, എന്നാലും പറയട്ടെ. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഉദാഹരണത്തിനൊക്കെ പരിമിതിയുണ്ട്, എങ്കിലും പറയാം. നാം ലോകസഭയിലേക്ക് പ്രതിനിധികൾ തെരഞ്ഞെടുത്ത് അയക്കുന്നു. ഇന്ത്യയിലത്തെ രീതി അനുസരിച്ച് അവരൊരു പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കുന്നു. ഈ പ്രധാനമന്ത്രിയും ആ പാർലമെന്റ് അകത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ പ്രധാനമന്ത്രി പ്രധാനമായിട്ടും രാജ്യത്തെ ആകെ ബാധിക്കുകയല്ലേ. അദ്ദേഹം എടുക്കുന്ന തീരുമാനം അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് മാത്രമല്ലല്ലോ. അദ്ദേഹത്തിന്റെ തീരുമാനം വ്യക്തിപരമല്ല, പ്രാതിനിധ്യ സ്വഭാവമുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ രാജ്യത്തെയും ലോകത്തെയും മുഴുവൻ ബാധിക്കുന്നു. ഇപ്പൊ ട്രംപിന്റെ തീരുമാനങ്ങൾ ലോകത്തെ മുഴുവൻ ബാധിക്കുക. കാരണം എന്താണ്? അദ്ദേഹം ഒരു മനുഷ്യവംശത്തിന്റെ പ്രതിനിധി പോലെയാണ്. നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനങ്ങൾ മനുഷ്യരെ മുഴുവൻ ബാധിക്കുന്നു. ആദാം ഒരു വ്യക്തി മാത്രമല്ല, മനുഷ്യ കുടുംബത്തിന്റെ ആകെ പിതാവും പ്രതിനിധിയുമാണ്. ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയാണ് പ്രധാനമന്ത്രി എന്നതുപോലെ. അപ്പോ ആദാമിന്റെ പ്രവൃത്തി മനുഷ്യവംശത്തെ മുഴുവൻ ബാധിക്കുകയാണ്. ഈ കാരണത്താൽ ക്രിസ്തുവർഷം 1546 ട്രെന്റ് സുഗുനഗദോസ് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്ഭവപാപം എന്ന സിദ്ധാന്തം നിർവചിച്ചത്. സെഷൻ 5 കാണാം. ആധ്യാത്മികമായി മൃതമായ ഒരു അവസ്ഥയിലാണ് ആദാമിന് എല്ലാ സന്തതി പരമ്പരകളും ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുന്നത് എന്നും അതിനാൽ തന്നെ എല്ലാവർക്കും രക്ഷ അനിവാര്യമാണെന്നുമാണ് ട്രെന്റ് സുഗുനഗദോസ് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് കത്തോലിക്ക സഭയുടെ മതബോധനം 403 404 വായിക്കാം. ആദാമിന്റെ അബദ്ധം ആവർത്തിച്ച് ചെയ്ത് അവനെ അനുകരിക്കുന്നതിലൂടെയല്ല, ആദാമിന്റെ വംശത്തിൽ ജനിക്കുന്നതിലൂടെയാണ് ഈ പാപാവസ്ഥ പരക്കുന്നത്. ഇത് ഞാൻ ആവർത്തിക്കുക, പലരും പറഞ്ഞ് മറിച്ചാണ്. ആദാമിന്റെ അബദ്ധം ആവർത്തിച്ച് ചെയ്ത് അവനെ അനുകരിക്കുന്നതിലൂടെയല്ല, ആദാമിന്റെ വംശത്തിൽ ജനിക്കുന്നതിലൂടെയാണ് ഈ പാപാവസ്ഥ എല്ലാവരിലേക്കും പരക്കുന്നത്. 1 കൊരിന്തോസ് 15:21 മുതൽ 22 വരെ. എന്തെന്നാൽ എല്ലാവരും വംശാവലി എന്ന ചങ്ങലയുടെ കണ്ണികളാണ്. ആ ചങ്ങലയുടെ ആദ്യത്തെ കണ്ണി ആദാമാണ്. ആദ്യത്തെ മനുഷ്യൻ ആദാം മറ്റെല്ലാ മനുഷ്യർക്കും മാനദണ്ഡമായിരുന്നതിനാൽ അവന് എല്ലാ മനുഷ്യരും ഉൾച്ചേർന്നിരുന്നു, സന്നിഹിതരായിരുന്നു. അതിനാൽ അവൻ പാപം ചെയ്തപ്പോൾ നമ്മളെല്ലാവരെയും ബാധിക്കുന്ന തരത്തിലാണ് പാപമായത്. അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യങ്ങൾക്ക് വീണ്ടും വരാം. അപ്പൊ പല കത്തോലിക്ക സഭ വിട്ടുപോയവര് ഉത്ഭവം ഇല്ലെന്ന് വാദിക്കുന്നുണ്ടല്ലോ. പരിണാമ സിദ്ധാന്തം മനസ്സിൽ ഉത്ഭവ സാധ്യമല്ലെന്ന് യുക്തിവാദികളും നിരീശ്വരന്മാരൊക്കെ പറയുന്നുണ്ടല്ലോ. മാതാപിതാക്കളുടെ പാപം പകരുന്നെന്ന് പറഞ്ഞാൽ അത് യുക്തിക്ക് ചേരുന്നതാണോ? ബൈബിളിൽ ഉത്ഭവം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഉത്ഭവത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല വേദത്താളുകൾ എന്നല്ലേ നമുക്ക് മനസ്സിലാകുന്നത് ആ വാക്ക് ഉപയോഗിക്കാത്തപ്പോൾ. ഇത് വിശുദ്ധ ആഗസ്തീനോസ് കണ്ടുപിടിച്ചതല്ലേ? അതല്ലേ കത്തോലിക്ക സഭ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നത്? നമ്മുടെ മറുപടി എന്താണ്? മനുഷ്യന്റെ പതനം, മനുഷ്യവംശത്തിന് രക്ഷകൻ ആവശ്യമുണ്ട്. ആ ഏക രക്ഷകൻ ക്രിസ്തുവാണ്. ഇക്കാര്യങ്ങള് എല്ലാ ക്രിസ്ത്യാനികളും, കത്തോലിക്കന് മാത്രമല്ല, അംഗീകരിക്കുന്നു. മനുഷ്യന്റെ പതനം, മനുഷ്യവംശത്തിന് രക്ഷകൻ ആവശ്യമുണ്ട്. ആ ഏക രക്ഷകൻ ക്രിസ്തുവാണ്. ഇക്കാര്യങ്ങളിൽ ഏതെങ്കിലും ക്രിസ്ത്യാനികൾക്ക് വിയോജിപ്പുണ്ടോ? ഇല്ല. ഉത്ഭവഭാവം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യവംശത്തിന് മൊത്തത്തിലൊരു രക്ഷകൻ? ഉത്ഭവഭാവം ഇല്ലെങ്കിൽ വ്യക്തിപരമായി പാപം ചെയ്യാൻ കഴിയാത്തവരായ ശിശുക്കള്, തീർത്തും ബുദ്ധിമാന്യം വന്നവര് എന്നിവർക്ക് രക്ഷകൻ ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ട്? അവരവരെ പാപം ചെയ്യുന്നുണ്ടോ? ഉത്ഭവം ഉണ്ടെന്ന് അറിയാൻ ചുറ്റിലും നോക്കിയാൽ മതി. സ്വാഭാവിക യുക്തി കൊണ്ടല്ല, നാം അനുദിനം കാണുന്ന അനുഭവങ്ങൾ കൊണ്ടാണ്, ലക്ഷണങ്ങൾ കൊണ്ടാണ് ഉത്ഭവപാപത്തിന്റെ അസ്തിത്വം തെളിയിക്കപ്പെടുന്നത്. സ്വാഭാവിക യുക്തി വേണ്ട, നമ്മുടെ അനുഭവം. നിയമങ്ങൾ അനുസരിക്കാൻ നാം സ്വമേധയ കഴിവുള്ളവരാണെങ്കിൽ എന്തിനാണ് പോലീസും പട്ടാളവും? നമ്മളെല്ലാവരും നിയമങ്ങൾ പാലിക്കാൻ സ്വയമേവ കഴിവുള്ളവരാണെങ്കിൽ എന്തിനാണ് പോലീസ്, പട്ടാളം, സർക്കാർ? നമ്മളങ്ങ് സ്വയം ജീവിച്ചോളില്ലേ? ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ നമുക്ക് അസന്തുഷ്ടരാകും. നമ്മൾ ഒരു സന്തോഷമില്ല, എന്തോ ഒരു കുറവ് ഇല്ലേ, മൂഡ് സ്വിംഗ് എന്നൊക്കെ പറയും. അത് ബയോളജിക്കൽ പ്രശ്നം മാത്രമാണോ? സ്ത്രീകളുടെ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണോ? അല്ല, അത് ബയോളജിക്കൽ പ്രശ്നം മാത്രമല്ല. അല്ലാത്തവർക്കില്ലേ ഈ മൂഡ് സ്വിംഗ്? അല്ലേ,
പ്രസിഡന്റ് ഇച്ചിരി മൂടുള്ളവനാണ് എന്ന് വെച്ചാൽ മലയാളം മൂടല്ലല്ലോ, ഇംഗ്ലീഷ് മൂടല്ലേ എന്ന് വെച്ചാൽ സൂക്ഷിച്ചും കണ്ടൊക്കെ പെരുമാറണം. അദ്ദേഹം ഇച്ചിരി ഇല്ലേ മൂഡ് സ്വിംഗ് ഉള്ള ആളാണ് പ്രസിഡന്റ് എന്നൊക്കെ ചിലപ്പോൾ പറയും. എന്തുകൊണ്ടാണ് എല്ലാ കാലത്തും യുദ്ധങ്ങൾ? മനുഷ്യവംശത്തിൽ എല്ലാ കാലത്തും യുദ്ധമാണ്. അത് ദേശരാഷ്ട്രങ്ങൾ മാത്രമാണോ? യുക്രൈനും റഷ്യയും തമ്മിൽ മാത്രമാണോ? ഇറാനും യു എസും തമ്മിൽ മാത്രമാണോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണോ? ഇന്ത്യയും ബംഗ്ലാദേശും മാത്രമാണോ? തെരുവ് യുദ്ധങ്ങൾ, കുടുംബങ്ങൾ തമ്മിൽ വഴക്കുകൾ, കുടുംബത്തിനുള്ളിൽ ആളുകൾ തമ്മിൽ പിണക്കങ്ങൾ. ഒരു തീവ്രവാദി വിചാരിച്ചാൽ ഒരു യുദ്ധത്തിന് തുടക്കമിടാം, ഇല്ലേ? ഇവയൊന്നും മൃഗങ്ങൾ ചെയ്യുന്നില്ലല്ലോ. ഇതൊക്കെ മനുഷ്യർ മാത്രം ചെയ്യുന്ന അനീതികളല്ലേ? അപ്പൊ ഇത് അനുഭവമാണ്, നമ്മുടെ അനുഭവം. ഉത്ഭവ പാപം ഇങ്ങനെ കരാളഹസ്തം പിടിച്ചിരിക്കുകയാണ് മനുഷ്യവംശത്തിന്റെ മേല്. പാപം, മരണം എന്ന രണ്ട് പേര് കവച്ച് വെച്ച് മനുഷ്യവംശത്തിൽ കയറുകയായിരുന്നു. ആദാം പാപം ചെയ്യുകയും പിന്നെ ആദാമിന്റെ സന്തതി പരമ്പരകളിൽ ജനിക്കുന്നവരും പിന്നെ ആദാമിനെ അനുകരിച്ച് പാപം ചെയ്യുകയും, ഇതെല്ലാം കൂടി ചേർന്നത് തന്നെയാണ് ഈ ഉത്ഭവ പാപം എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ അച്ഛൻ പറഞ്ഞില്ലേ പരിണാമ സിദ്ധാന്തം. ഒന്നാമത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് തെളിയിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തമാണ്. ശാസ്ത്രീയ സത്യം എന്നിപ്പോ ശാസ്ത്രജ്ഞന്മാർ പറയില്ല. കാരണം എന്താ? എന്നും പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ ഇതുകളും വന്നുകൊണ്ടിരിക്കുക. അപ്പോ സത്യത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം മാത്രമാണ് ശാസ്ത്രീയ സിദ്ധാന്തമാണ്. അപ്പൊ ഈ പരിണാമ സിദ്ധാന്തം തെളിയിക്കപ്പെടാത്തതാണ്. ഉത്ഭവപാപത്തെ നിരാകരിക്കുന്നുവെന്ന് അവർ പറയുന്നുണ്ടല്ലോ. ഇനിയിപ്പോ അത് തെളിയിക്കപ്പെട്ടു തന്നെ കരുതുക. ഈ പരിണാമ സിദ്ധാന്തമല്ല, ശാസ്ത്രീയ സത്യമായിട്ട് തെളിയിക്കപ്പെട്ടു തന്നെ കരുതുക. അപ്പോഴും എനിക്കൊരു ചോദ്യമുണ്ട്. ഈ പുരാവസ്തു ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തിയ അക്കാലത്തെ മനുഷ്യരുടെ അസ്ഥിപഞ്ജരങ്ങളില്ലേ, ഫോസിൽസ്, അതുപോലെ ശിലാദ്രവ്യങ്ങള്, ഈ ആർട്ടിഫാക്ട്സ്, ആ ആർട്ടിഫാക്ട്സിനും ഈ ഫോസിൽസ് എന്ന് പറഞ്ഞ അസ്ഥിപഞ്ജരങ്ങൾക്കും ആദ്യ മാതാപിതാക്കളെ കുറിച്ചോ അവരുടെ ആത്മാവിനെ കുറിച്ചോ എന്തെങ്കിലും പറയാൻ കഴിയോ? പരിണാമ സിദ്ധാന്തം തെളിയിക്കപ്പെട്ടു എന്ന് തന്നെ കരുതുക. തെളിയിക്കപ്പെട്ടിട്ടില്ല, തെളിയിക്കപ്പെട്ടെന്ന് തന്നെ കരുതുക. എങ്കിലും ഏറ്റവും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഫോസിലുകള്, അതായത് പ്രാചീന മനുഷ്യരുടെ അസ്ഥിപഞ്ജരങ്ങള്, പിന്നെ അവരുപയോഗിച്ച ആർട്ടിഫാക്ട്സ്, ശിലാദ്രവ്യങ്ങള്, ഇതൊക്കെ വെച്ചിട്ട് അവരുടെ ആത്മാവിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുമോ ശാസ്ത്രത്തിന്? മാത്രമല്ല, പരിണാമ സിദ്ധാന്തത്തിന്റെ ആധുനിക പഠനങ്ങളുടെ ഭാഗമാണ് ഈ ഉപയോഗിക്കുന്ന വാക്ക് മിറ്റോകോൺഡ്രിയൽ DNA എന്നാണ്. മിറ്റോകോൺഡ്രിയൽ നിങ്ങൾക്കൊന്ന് അടിച്ചു നോക്കാം. ഞാൻ ഈ വാക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതാം. മിറ്റോകോൺഡ്രിയൽ DNA, MT-DNA എന്നാണ്. ഇപ്പൊ നമുക്കൊരു കൊച്ചിന്റെ പിതൃത്വമൊക്കെ അന്വേഷിക്കുമ്പോൾ DNA ടെസ്റ്റ് നടത്തും ഇല്ലേ? DNA, ന്യൂക്ലിയർ DNA. ഇത് മിറ്റോകോൺഡ്രിയൽ DNA എന്നാണ്. മിറ്റോകോൺഡ്രിയൽ DNA എന്ന് പറഞ്ഞാൽ നാം അമ്മയിൽ നിന്ന് മാത്രം ഇൻഹെറിറ്റ് ചെയ്യുന്ന, സ്ത്രീയിൽ നിന്ന് മാത്രം ഇൻഹെറിറ്റ് ചെയ്യുന്ന DNA ആണ് ഈ മിറ്റോകോൺഡ്രിയൽ DNA. ഇതിനെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്ന ശാസ്ത്രജ്ഞന്മാര് വിളിക്കുന്ന പേരെന്തോന്നറിയോ? ഇതിന് വിളിക്കുന്നത് മിറ്റോകോൺഡ്രിയൽ ഈവ്, മിറ്റോകോൺഡ്രിയൽ ഹൗവ, പവർ ഹൗസ് ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇത് അമ്മയിൽ നിന്ന് മാത്രം, അപ്പനിൽ നിന്നില്ല, അമ്മയിൽ നിന്ന് മാത്രം. ഇത് സൂചിപ്പിക്കുന്നത് ഒരൊറ്റ സ്ത്രീയിൽ നിന്നാണ് മനുഷ്യവംശം മുഴുവൻ ഉത്ഭവിച്ചതെന്നാണ്. ഇത് പരിണാമ സിദ്ധാന്തമാണ് ഞാൻ പറയണേ. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം, മിറ്റോകോൺഡ്രിയൽ DNA, മിറ്റോകോൺഡ്രിയൽ ഈവ്. ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടല്ലോ, AI ടൂള്, ടൈപ്പ് ചെയ്ത് നോക്ക് മിറ്റോകോൺഡ്രിയൽ ഈവ്. അത് പറയുന്നത് ഒരൊറ്റ സ്ത്രീയിൽ നിന്ന് മനുഷ്യവംശം ഉണ്ടായെന്നാ. അപ്പൊ ഈ പരിണാമ സിദ്ധാന്തം തെളിഞ്ഞാൽ പോലും അത് ഉത്ഭവഭാവം ഉണ്ടെന്നല്ലേ? ഒരൊറ്റ പുരുഷൻ, ഒരൊറ്റ സ്ത്രീ, അതിൽ നിന്ന് സകല മനുഷ്യവംശം ഉണ്ടായെന്നല്ലേ? ഇതൊന്നും നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിക്കണം കേട്ടോ. സ്കൂളിലും പഠിപ്പിക്കാൻ പറയണം ഈ കാര്യങ്ങൾ. അവർ പരിണാമ സിദ്ധാന്തം മാത്രം പഠിപ്പിച്ചാൽ പോരാ, ഈ കാര്യങ്ങൾ കൂടി പഠിപ്പിക്കാൻ പറയണം. ഈ ഒരൊറ്റ സ്ത്രീയിൽ നിന്ന്, ഒരു ഹവ്വയിൽ നിന്ന് മനുഷ്യവംശം ഉണ്ടായെന്നാണ് പരിണാമ സിദ്ധാന്തത്തിന്റെ ഭാഗമായ മിറ്റോകോൺഡ്രിയൽ DNA പഠിപ്പിക്കുന്നത്. DNA, ഒരൊറ്റ സ്ത്രീയിൽ നിന്ന് മനുഷ്യവംശം ഉണ്ടായെന്നാണ്. ചുരുക്കത്തില് പരിണാമ സിദ്ധാന്തം ഉത്ഭവപാപത്തെ നിഷേധിക്കുകയല്ല, ഉത്ഭവപാപം പരിണാമ സിദ്ധാന്തത്തെ നിരാകരിക്കുകയാണ്. കാര്യം മനസ്സിലായ? ബൈബിള് പരിണാമ സിദ്ധാന്തത്തെയാണ് നിരാകരിക്കുന്നത്, ഉത്ഭവപാപം പരിണാമ സിദ്ധാന്തത്തെയാണ് നിരാകരിക്കുന്നത്. മറിച്ചല്ല. ലോകത്ത് പാപമുണ്ട്, അത് അനുഭവമാണ്. തിന്മയുണ്ട്, അത് അനുഭവമാണ്. അത് മനുഷ്യരിൽ മാത്രം കാണുന്ന പ്രതിഭാസമാണ്. ഇത് വിശദീകരിക്കാൻ ഈ മൃഗത്തിൽ നിന്ന് പരിണമിച്ചവനാണ് മനുഷ്യനെന്ന ആ സിദ്ധാന്തത്തിന് തെളിയോ പറയാൻ പറ്റുമോ? മൃഗങ്ങൾക്കുണ്ടോ ഈ പറഞ്ഞ പാപം, തിന്മ, തീവ്രവാദം?
അപ്പോൾ ഈ ഞാൻ ഇതെല്ലാം പറയുന്നത്, ഇതെല്ലാം നമുക്കൊരു പള്ളി പ്രസംഗത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, കാരണം ഇതൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കിടക്കുകയാണ്. ശാസ്ത്രീയം എന്ന് പറഞ്ഞിട്ടും യുക്തിവാദികൾ എന്ന് പറഞ്ഞിട്ടും കമന്റ് എഴുതുകൾ എന്റെ വീഡിയോയ്ക്ക് താഴെ കുറെ പേര് കമന്റ് എഴുതുന്നുണ്ട്, യുക്തിവാദികൾ, നിരീക്ഷകന്മാര്. അവർക്ക് അറിയാൻ വേണ്ടി കൂടി ഞാൻ പറയണേ, ഈ കാര്യങ്ങൾ ഞാൻ അവരോട് ചോദിച്ചാൽ ഉത്തരമില്ല, ഒരു മിണ്ടില്ല അവര്. പരിണാമ സിദ്ധാന്തം ഒരു ഫ്ലോ ഇല്ലാതെ, അതായത് ഒരു പിഴവില്ലാതെ അവതരിപ്പിക്കാൻ അവരോട് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. എന്നിട്ട് പറയും ഇങ്ങനെയൊക്കെയല്ലേ അങ്ങനെയൊക്കെയല്ലേ എന്ന് പറയും. ഞാൻ അതുകൊണ്ടാണ് ഇത്ര ശക്തമായിട്ട് പറയുന്നത്. ഈ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് പള്ളിയിൽ മാത്രം പറയേണ്ടതല്ല. ഇത് കേൾക്കുന്നവർ പള്ളിയിൽ മാത്രം കേൾക്കുന്നവരല്ലല്ലോ. അതുകൊണ്ട് യുക്തിവാദികളെയും നിരീശ്വരന്മാരെയും ഒക്കെ മാനസാന്തരപ്പെടുത്താൻ നമ്മുടെ സുവിശേഷത്തിന് കഴിവുണ്ട്. അത് നിങ്ങൾ അവരോട് പ്രസംഗിക്കണം. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റില്ലെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഇട്ടുകൊടുക്കണം. അതൊരു സുവിശേഷവൽക്കരണമാണ്. നിങ്ങൾ അതിലൂടെ നിങ്ങളുടെ ആത്മാവിനെയും അവരുടെ ആത്മാവിനെയും രക്ഷിക്കുകയാണ്. ഇനിയൊരു പ്രശ്നമുള്ളത്, പാപം പൈതൃകമായി കൈമാറാൻ കഴിയില്ലെന്ന് ചിലർ വിചാരിക്കുന്നു. എന്നാൽ മനുഷ്യവംശം വലിയൊരു കുടുംബമാണെന്ന സത്യം അവർ മറന്നു പോകുന്നു. മനുഷ്യവംശത്തിലെ ഓരോരുത്തരും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് തനിയെ ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് സ്വതന്ത്രമായ മനസ്സുള്ളതിനാൽ നാം ചെയ്യുന്ന പാപത്തിന് നാം ഉത്തരവാദികളാണ്. പക്ഷെ അതേസമയം നമ്മുടെ പാപം മറ്റുള്ളവരൊക്കെ ബാധിക്കുകയല്ലേ? ഇപ്പൊ നിങ്ങളൊരു സിഗരറ്റ് വലിക്കുന്നു, അതിന്റെ ഈ വിഷവായു മറ്റുള്ള ഈ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുകയും മറ്റുള്ളവരെ ബാധിക്കുകയല്ലേ? നിങ്ങൾ ഇല്ലേ, ഈ ബീഡി വലിക്കുന്ന ആളുടെ ഈ അവന്റെ ലങ്സും മാത്രമല്ലല്ലോ പ്രശ്നം. ഇങ്ങോട്ട് വീഴുന്ന പുകയുടെ കുറെ പുറത്തേക്ക് പോകുന്നു. അത് ബീഡി വലിക്കാൻ താല്പര്യമില്ലാത്തവരും വലിക്കാനായിട്ട് നിർബന്ധിതരാകുന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. ഏത് പാപം എടുത്തു നോക്കിയാൽ അങ്ങനെയല്ലേ? ഏത് പാപവും, ഏറ്റവും സ്വകാര്യമായി ചെയ്യുന്ന പാപങ്ങൾ പോലും അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരുടെ തിന്മയും എല്ലാവരെയും ബാധിക്കും. ഈ പശ്ചാത്തലത്തിലാണ് സഭ ഉത്ഭവപാപത്തെ നിർവചിക്കുന്നത്. ആദാമിൽ മനുഷ്യവംശം മുഴുവനും ഒരു മനുഷ്യന്റെ ശരീരം പോലെ ആയതിനാൽ സർവ്വ മനുഷ്യരും ആദാമിന്റെ പാപത്തിൽ പങ്കുകാരായി. കത്തോലിക്ക സഭയുടെ മതബോധനം 4:4. ഞാൻ അത് പറഞ്ഞു തന്നെ ഒന്നുകൂടി കത്തോലിക്ക സഭയുടെ വീക്ഷണത്തിൽ അവതരിപ്പിക്കുകയാണ്. നാം ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ല ഉത്ഭവപാപം, നമ്മുടെ വ്യക്തിപരമായ തെറ്റുമല്ല അത്. കത്തോലിക്ക സഭയുടെ മതബോധനം 4:5. ആദാമും ഹവ്വയും വ്യക്തിപരമായി പാപം ചെയ്തു, പക്ഷേ അത് മനുഷ്യപ്രകൃതിയെ മൊത്തത്തിൽ ബാധിച്ചു. കാരണം എല്ലാ മനുഷ്യരുടെയും മാനദണ്ഡമായിരുന്നു ആദ്യ മാതാപിതാക്കള്. ഞാൻ അത് തെളിയിച്ചു കഴിഞ്ഞതാണ്. അധപതിച്ച ഈ മനുഷ്യ പ്രകൃതിയാണ് ആദ്യ മാതാപിതാക്കൾ പിൻതലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നത്. ജനനത്തിലൂടെയാണ് ഉത്ഭവ വിശുദ്ധിയും നേരും നെറും നഷ്ടപ്പെട്ട മനുഷ്യപ്രകൃതിയുടെ സംപ്രദാനത്തിലൂടെയാണ് ഈ പാപം സമസ്ത മാനവരാശിയിലേക്കും സംക്രമിക്കുന്നത്. അതായത് നാം ദൈവമക്കളാന്നൊക്കെ പറഞ്ഞാലും ശരിക്കും ദൈവമക്കളായിട്ടല്ല ജനിക്കുന്നത്. ഇപ്പോ ആദാമിന്റെ പാപത്തിന് ശേഷം ജനിച്ചവരൊക്കെ ദൈവമക്കളായിട്ടല്ല. ആദാം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദാമിന് സ്വാഭാവിക ദൈവഛായ നിലനിന്നെങ്കിലും ധാർമ്മിക ദൈവഛായ നഷ്ടപ്പെട്ടു. ആ ധാർമ്മിക ദൈവഛായ നഷ്ടപ്പെട്ട രീതിയിലാണ്, ആ അവസ്ഥയിലാണ് ആദാം മക്കളെ ജനിപ്പിച്ചത്. അപ്പോൾ ആദാമിൽ നിന്ന് ജനിച്ച സകലരും ഈ ധാർമ്മിക ദൈവിക ഛായ നഷ്ടപ്പെട്ടിട്ടാണ് ജനിക്കണേ. അതിനെയാണ് ഉത്ഭവപാപം എന്ന് പറയണേ. നമുക്ക് സ്വാഭാവിക ദൈവഛായ ഉണ്ട്, പക്ഷേ ധാർമ്മിക ദൈവഛായ ഇല്ല. അതിനാൽ നാം ദൈവമക്കളായി ജനിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇല്ല. ദൈവത്തിന്റെ മകനായിട്ട് ഒരേ ഒരു തന്നെ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു വീണ്ടെടുപ്പിലൂടെ നമ്മെ ദത്തെടുക്കുകയാണ്. അപ്പോഴേ നമ്മൾ ദൈവമക്കളാകുന്നുള്ളൂ. ഈ ദത്തെടുക്കലാണ് മാമോദീസയിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിക്കാതെ രക്ഷ പ്രാപിക്കില്ല എന്ന കർത്താവ് സഭ പഠിപ്പിക്കുന്നത്. മാമോദീസ ഇല്ലാതെ യേശുക്രിസ്തു ദത്തെടുക്കാതെ ഈ വീണ്ടെടുപ്പ്, അതായത് പാപത്തിലുള്ള മോചനം, ഉത്ഭവപാപത്തിലും കർമ്മപാപത്തിലുള്ള മോചനം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അനശ്വര ജീവനിലേക്കുള്ള പ്രവേശനം, 2ാമത്തെ സ്റ്റെപ്പ്. പിന്നെ ദൈവത്തെ കാണുക, 3ാമത്തെ സ്റ്റെപ്പ്. ഇത് സംഭവിക്കുന്നത് മരിച്ചവർ മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്ത യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് ഏകരക്ഷകൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിനാൽ ഇതിന് ജന്മപാപം എന്ന് വിളിക്കാറുണ്ട്. ഏതിനാൽ ഞാൻ പറഞ്ഞു തന്നെ ഒന്നുകൂടി വായിക്കുകയാണ്. അധപതിച്ച ഈ മനുഷ്യപ്രകൃതിയാണ് ആദ്യ മാതാപിതാക്കൾ പിൻതലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നത്. ജനനത്തിലൂടെയാണ് ഉത്ഭവ വിശുദ്ധിയും നേരും നെറുവും നഷ്ടപ്പെട്ട മനുഷ്യപ്രകൃതിയുടെ സംപ്രദാനത്തിലൂടെയാണ് ഈ പാപം സമസ്ത മാനവരാശിയിലേക്കും സംക്രമിക്കുന്നത്. അതിനാൽ ഇതിന് ജന്മപാപം എന്ന് വിളിക്കാറുണ്ട്. ജാത്യാലുള്ള ഈ അവസ്ഥ തൂത്തുകളയുക എന്നത് മാമോദീസയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. തന്മൂലം സാധാർമിക അർത്ഥത്തിൽ മാത്രമാണ് ഉത്ഭവപാപത്തെ പാപം എന്ന് വിളിക്കുന്നത്. നാം ചെയ്തൊരു പാപമല്ല,
നമുക്ക് പകർന്നു കിട്ടിയ പാപമാണ്. അതിനാൽ ഇതൊരവസ്ഥയാണ്, പ്രവൃത്തിയല്ല. കത്തോലിക്ക സഭയുടെ മതബോധനം 4:4. ആദ്യ മനുഷ്യനും പിന്നെ എല്ലാ മനുഷ്യരും പാപം ചെയ്തതിനാൽ ലോകത്തൊരു പാപാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ആ അവസ്ഥയെ മറികടന്ന് ഈ ലോകത്തിലേക്ക് ജനിക്കാൻ ആർക്കും സാധിക്കില്ല. ആദാമിന്റെ പാപത്തിന് നാം വ്യക്തിപരമായി ഉത്തരവാദികളല്ലെങ്കിലും ആ പാപം നമ്മയൊക്കെ ബാധിക്കുകയാണ്. ഇപ്പൊ മാതാപിതാക്കളുടെ പാപം മക്കളെ ബാധിക്കില്ലേ? ഇല്ലേ? അവരുടെ വികാരങ്ങൾ പോലും ബാധിക്കും. കാരണം അങ്ങനെയാണ്. ലളിതമായി പറഞ്ഞാൽ വിശുദ്ധീകരണ വരപ്രസാദം ഇല്ലാതെയാണ്, ദൈവിക ജീവൻ ഇല്ലാതെയാണ് നാം നമ്മുടെ മാതാപിതാക്കൾ ജനിക്കുന്നത്. ദൈവിക ജീവൻ നമുക്ക് കിട്ടണം. അതിനാണ് യേശു ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നത് മാമോദീസയിലൂടെ. ഉത്ഭവപാപം ലത്തീനിൽ പെക്കാത്തും ഒറിജിനാലെ എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇല്ല. ഈ പെന്തക്കോസ്താരും ദൈവസഭക്കാരൊക്കെ ചോദിക്കുന്നതാണ്, ഈ വാക്കുണ്ടോ? വാക്കില്ല. യഹോവ സാക്ഷിയോട് ചോദിക്കുകയാണ്, ഈ വാക്കുണ്ടോ? ഇല്ല. എങ്കിലും ഈ ആശയം ബൈബിളിലുണ്ട്. ആ ആശയത്തെ പരിശുദ്ധാത്മാവിന്റെ തുണയാൽ നമ്മൾ ഒരു വാക്ക് കൊടുത്തിരിക്കുന്ന മാത്രം. എവിടെയാണ് ബൈബിളിൽ ആശയം? ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. സങ്കീർത്തനം 51:5. അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുവനുമില്ല. ഇയ്യോബിന്റെ പുസ്തകം 14:4. ഉത്ഭവത്തെക്കുറിച്ച് ഏറ്റവും നന്നായി പഠിപ്പിക്കുന്നത് പൗലോസാണ് പുതിയ നിയമത്തില്. ഒരു മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്രകാരം എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലേക്കും കടന്നിരിക്കുന്നു. അതപ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് റോമാലേഖനം 5:12. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവധി വന്നു. റോമാലേഖനം 5:18. ഒരുവന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. റോമാലേഖനം 5:15. ഒരുവന്റെ പാപം ശിക്ഷാവിധിക്ക് കാരണമായി. റോമാലേഖനം 5:16. ഒരുവന്റെ ലംഘനത്താൽ മരണം ആ ഒരുവൻ മൂലം ആധിപത്യം നടത്തി. റോമാലേഖനം 5:17. ഒരു മനുഷ്യൻ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി. റോമാലേഖനം 5:19. ഈ വചനങ്ങളെല്ലാം ആദാമിന്റെ പാപം സകല മനുഷ്യവംശത്തിലേക്കും മറ്റെല്ലാവരും ബാധിച്ചുവെന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ ബൈബിളിലുള്ളതാണ്. അതിനാൽ ഒരു മനുഷ്യന്റെ പാപവും പാപത്താൽ മരണം ലോകത്തിൽ കടന്നു. അപ്രകാരം എല്ലാ മനുഷ്യരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യർക്ക് കടന്നിരിക്കുന്നു എന്ന വചനത്തിലൂടെ പൗലോസ് ഉത്ഭവപാപത്തെക്കുറിച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതെ, ഒരു മനുഷ്യൻ മൂലം മരണമുണ്ടായി, ആദാമിൽ എല്ലാവരും മരിക്കുന്നു. 1 കൊരിന്തോസ് 15:21-22. മൃഗങ്ങളുടെ മരണം പോലുള്ള മരണത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. പ്രത്യുത ആളായി തീർന്ന ആത്മാവിന്റെ മരണമാണ് കത്തോലിക്ക സഭയുടെ മതബോധനം 4:3. അതിനാൽ നാം പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളാണ്. എഫേസ്യ ലേഖനം 2:3. ചുരുക്കത്തില് നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ സ്വതന്ത്രമായി ചെയ്ത ആദ്യ പാപം മനുഷ്യ ചരിത്രത്തിന് മുഴുവൻ ക്ഷതമേൽപ്പിച്ചുവെന്ന് വെളിപാട് വഴി നമുക്ക് വിശ്വാസപരമായ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 390. ആദിമസഭയും സഭാപിതാക്കന്മാരും ഇക്കാര്യത്തിൽ സാക്ഷ്യം വഹിക്കുന്നു. ക്രിസ്തുവർഷം 100-160 കാലയളവില് എഴുതപ്പെട്ട ഹെർമാസിന്റെ ഇടയൻ എന്ന രചനയില് നാം ഇങ്ങനെ വായിക്കുന്നു: ദ ഷെപ്പർഡ് ഓഫ് ഹെർമാസ്. ദൈവപുത്രന്റെ നാമം സ്വീകരിക്കുന്നതിന് മുൻപ് മനുഷ്യൻ മൃതനാണ്. അവൻ ആ മുദ്ര സ്വീകരിക്കുമ്പോൾ മരണാവസ്ഥ മാറ്റിക്കളയുകയും ജീവൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. മാമോദീസ ജലമാണ് ആ മുദ്ര. ഹെർമാസിന്റെ ഇടയൻ എന്ന പുസ്തകത്തിലെ 9:16-2. ക്രിസ്തുവർഷം 153 മരിച്ച അന്ത്യോക്യയിലെ തെയോഫിലോസ് എഴുതുന്നു: ആദ്യ മനുഷ്യന്റെ അനുസരണക്കേട് അവന് പറുദീസയിൽ നിന്ന് പുറത്താക്കി. അനുസരണക്കേടിലൂടെ മരണത്തിലേക്ക് മൂക്ക് കുത്തി വീഴുകയായിരുന്നു മനുഷ്യൻ. അത് ഔട്ടോലിക്കുസ് എന്ന രചനയിലാണ് അത് കാണുന്നത്. 130-202 കാലയളവിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ ഇരണേവോസ് പഠിപ്പിക്കുന്നു: നാം എല്ലാവരും ആദ്യ മനുഷ്യനിൽ നിന്നാണ്. നാം അവനിൽ നിന്ന് ആയതുകൊണ്ട് അവന്റെ പാപത്തിന്റെ ഉടമസ്ഥാവകാശം നമുക്ക് പൈതൃകമായി ലഭിക്കുന്നു. പാഷാണ്ഡതകൾക്കെതിരെ എഗെയിൻസ്റ്റ് ദ ഹെറസീസ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തില് 3:23-2. 160-240 കാലയളവില് ടെർട്ടുല്യൻ എഴുതുകയാണ്: ആദാമിന്റെ ലംഘനം മൂലം മനുഷ്യൻ പാപത്തിന് ഏൽപ്പിക്കപ്പെട്ടു. അവന്റെ വിത്തിനാൽ അണുബാധിതമായി മനുഷ്യവംശം മുഴുവൻ ശിക്ഷയുടെ പ്രസരണ വാഹകയായി. ദ ടെസ്റ്റിമണി ഓഫ് ദ സോൾ 3:2 അദ്ദേഹം ടെർട്ടുല്യൻ എഴുതുന്നത്. 185-253 കാലയളവിൽ ഒരിജൻ ഇങ്ങനെ പഠിപ്പിച്ചു: ശിശുക്കൾക്ക് മാമോദിസ കൊടുക്കുന്ന പാരമ്പര്യം സഭ സ്വീകരിച്ചത് അപ്പസ്തോലന്മാരിൽ നിന്നാണ്. എല്ലാവരിലും നൈസർഗികമായി പാപക്കറയുണ്ടെന്നും സഹജമായി പാപക്കറയുണ്ടെന്നും അത് ജലത്തിലൂടെയും ആത്മാവിലൂടെയും കഴുകി കളയണമായിരുന്നെന്നും ദൈവിക രഹസ്യങ്ങൾ കൈമാറി കിട്ടിയ സ്ത്രീകന്മാർക്ക് അറിയാമായിരുന്നു. കൊമന്ററീസ് ഓൺ റോമൻസ് 5:9 ഒരിജിൻ ഇത് പറയുന്നത്.
ഇത്തരം പ്രബോധനങ്ങളൊന്നും അറിയാത്ത പെന്തക്കൊസ്തക്കാരും യഹോവ സാക്ഷികളും ദൈവസഭക്കാരൊക്കെയാണ് ശിശുമാമോദീസം വേണ്ട, ഉത്ഭവപാപവും ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നത്. എന്നാൽ രക്ഷ വേണമെന്ന് പറയും ചെയ്യും അവര്. രക്ഷകനും വേണം. ഇങ്ങനെ മനുഷ്യരുടെ അനുഭവം, തിരുവചനം, വെളിപാട്, സഭാപിതാക്കന്മാര്, ശാസ്ത്രീയ സൂചനകള് എന്നിവയെല്ലാം ഉത്ഭവം ഉണ്ടെന്ന് തെളിയിക്കുന്നു. തിന്മയിലേക്ക് ചായ്വുള്ള വ്രണിതമായ മനുഷ്യപ്രകൃതിയുടെ ഉടമയാണ് മനുഷ്യൻ എന്ന വസ്തുത അവഗണിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെയും രാഷ്ട്രവ്യവഹാരത്തിന്റെയും സാമൂഹിക പ്രവർത്തനങ്ങളുടെയും ധാർമ്മികതയുടെയും മണ്ഡലങ്ങളിൽ ഗൗരവമേറിയ അബദ്ധങ്ങൾക്ക് കാരണമാകുമെന്ന് കത്തോലിക്ക സഭ മതബോധനത്തില് 407 മുന്നറിയിപ്പ് നൽകുന്നു. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് മനുഷ്യവംശത്തിന്റെ ഉത്ഭവഭാവമാണ്. ഇസ്രായേലിന്റെ ഉത്ഭവഭാവം എന്തായിരുന്നു? കാളക്കുട്ടി ആരാധിച്ചത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ഈ കാളക്കുട്ടി ആരാധിച്ചതിന് ശേഷമാണ് മൃഗബലികളുടെ വലിയൊരു സങ്കീർണ വ്യവസ്ഥ തന്നെ ദൈവം ഏർപ്പാടാക്കി. അതിന് ഞാനൊരു ഉത്തരം പറഞ്ഞിരുന്നു. നമ്മളിപ്പോ മർക്കടമുഷ്ടി എന്ന് പറയുന്നു, മർക്കടമുഷ്ടി. അതിന് പകരം ബൈബിൾ ഉപയോഗിക്കുന്നത് സ്റ്റിഫ് നെക്ക് എന്നാണ്. ഇങ്ങനെ കഴുത്ത് തിരിക്കില്ലേ ദൈവം, മനുഷ്യര് എവിടേക്ക്? ദൈവത്തിലേക്ക്. മനുഷ്യരിലേക്ക് മാത്രം ഈ ജനാഭിമുഖം, ഞാനത് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, പുരോഗതിന്റെ ജനാഭിമുഖം വിഗ്രഹാരാധനയാണെന്ന്. ആ വീഡിയോയിലാണ് ഞാൻ ഈ ഇസ്രായേലിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പുരോഗതിന്റെ ജനാഭിമുഖം വിഗ്രഹാരാധനയാണ്. അവൻ ദൈവത്തിലേക്ക് നോക്കേണ്ടവനാണ്, അതിന് പകരം ജനത്തിലേക്ക് നോക്കുകയാണ്. ദൈവത്തിലേക്ക് നോക്കാൻ മനുഷ്യർക്ക് മടി. അത് ഈ ജനാഭിമുഖം ചൊല്ലുന്ന പുരോഹിതന്മാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ദൈവം എന്ത് ചെയ്തു? രാവിലെ ഇല്ലേ ഒരു ബലി. എന്തിനാ? ദൈവത്തിലേക്ക് തിരിക്കാൻ, ബലമായിട്ട് പിടിക്കാൻ, ഇങ്ങനെ തിരിക്കാൻ, ദൈവത്തിലേക്ക് തിരിക്കുക. ഈ തിരിച്ചിലാണ് കോൺവേർഷൻ, മാനസാന്തരം എന്ന് നമ്മൾ പറയണേ. മനസ്സിന്റെ തിരിച്ചിൽ മാത്രമല്ല, അത് ദൈവത്തിലേക്കുള്ള ശരീരത്തിന്റെ തിരിച്ചിൽ കൂടിയാണ്. മാനസാന്തരം എന്ന് വെച്ചാൽ മനസ്സിൽ മാത്രമല്ല, ശരീരം തിരിക്കണം. ശരീരം തിരിക്കാതെ മനസ്സ് തിരിക്കാൻ നടക്കുകയാണ് ഈ ജനാഭിമുഖത്തില്, ഈ എറണാകുളത്തൊക്കെ നടക്കുന്നത്. ഈ ദൈവത്തിലേക്ക് തിരിയാനായിട്ടാണ് രാവിലെ ഒരു ബലി. ഉച്ചയ്ക്ക് വരണം, ഉച്ച കഴിഞ്ഞ് വരണം, വൈകിട്ട് വരണം. ഈ സമയത്തൊക്കെ ദൈവം ഇങ്ങനെ സ്റ്റിഫ് നെക്കഡ് ആയിട്ടുള്ള മനുഷ്യര്, ഈ കഴുത്ത് ദൈവത്തിലേക്ക് തിരിക്കാതെ ബലമായി പിടിച്ചു നിൽക്കുന്ന ആളുകളെ ഇങ്ങനെ ദൈവത്തിലേക്ക് തിരിക്കാനും ശ്രമിക്കുകയാണ്. അപ്പോ ഈ ഇസ്രായേലിന്റെ ആദ്യ പാപം എന്ന് പറയുന്നത് കാളക്കുട്ടിയെ ആരാധിച്ചതാണ്. ഈ യേശുവിന്റെ ഇന്നത്തെ സുവിശേഷത്തില് യേശുവിന് 3 പ്രലോഭനങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തേത് അപ്പം വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കല്ലുകൾ അപ്പമാക്കി, ഇല്ലേ, നിനക്ക് മാത്രമല്ല ദരിദ്രരായി എല്ലാവർക്കും കൊടുക്കുക എന്ന് വെച്ചാൽ മനുഷ്യർക്ക് അപ്പം വാങ്ങിക്കാനുള്ള പണം, സമ്പത്ത്, അതായത് സാമ്പത്തിക സുരക്ഷ വരുത്തുക. സാമ്പത്തിക സുരക്ഷ ഇതാണ് ഒന്നാമത്തെ പ്രലോഭനം. രണ്ടാമത്തത് പ്രശസ്തി. ദൈവം ആവശ്യമില്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റാനുള്ള പൈസ ഉണ്ടെങ്കിൽ പിന്നെ ദൈവം എന്തിനാ? അതാണ് രണ്ടാമത്തെ പ്രലോഭനം. അതായത് നീ മുകളിൽ നിന്ന് ചാടുക, പ്രശസ്തി നിലനിർത്തുക, ദൈവത്തെ ലബോറട്ടറിയിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുക. ഇതൊക്കെയാണ് രണ്ടാമത്തെ പ്രലോഭനം. നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രശസ്തി കാണിക്കുക, ഒരു സർക്കസ് കാണിക്കുന്നത് മാത്രമല്ല, നീ ദൈവപുത്രനാണെങ്കിൽ എന്നാണ്. നീ ദൈവപുത്രനാണെങ്കിൽ ഞങ്ങളുടെ ഈ പരീക്ഷണശാലയിലെ ടേബിൾ വന്ന് കിടക്കുക, ഞങ്ങളിങ്ങനെ മുറിച്ച് നോക്കട്ടെ നീ ദൈവമാണെന്ന്. ഇങ്ങനെ ആ പ്രലോഭനത്തെയും വിധേയമായാൽ പിന്നെ ശരിക്കും ദൈവം ആരാകും? അപ്പോ മനുഷ്യനാകും. മനുഷ്യൻ പറഞ്ഞൊക്കെ ദൈവം കേട്ട് ചാടാൻ നിന്നാൽ കുരങ്ങനായിട്ട് മാറില്ലേ ദൈവം? കുട്ടിക്കുരങ്ങ ഇങ്ങനെ ഇല്ലേ ചാടിക്കുന്നത്? അതുകൊണ്ടാണ് ദൈവത്തെ പരീക്ഷിക്കരുത് കർത്താവ് പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ കാര്യം, ദൈവത്തെ ഓരത്തേക്ക് തള്ളി മാറ്റുന്ന അല്ലെങ്കിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന പ്രശസ്തി. മൂന്നാമത്തത് രാജ്യം, സ്വേച്ഛാധിപത്യത്തിന്റെ രാജ്യം മുഴുവൻ നിനക്ക് നൽകാം. ഈ 3 പ്രലോഭനങ്ങളിലൂടെ ഈ ഉത്ഭവപാപത്തിന്റെ 3 വേരുകള്, പ്രധാനപ്പെട്ട 3 വേരുകളാണ് അവതരിപ്പിച്ചത്. അതാണ് 3 പ്രലോഭനങ്ങൾ മാത്രം. അതിലൂടെ ഉത്ഭവപാപത്തെ അവതരിപ്പിച്ചിരിക്കുക. ആ വേരുകൾ അറുത്ത് മാറ്റുകയാണ് കർത്താവ് ചെയ്യുന്നത്, കർത്താവിന് വേണ്ടി, നമുക്ക് വേണ്ടി. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. എറണാകുളത്ത് എന്താണ് ഈ പ്രശ്നം? ഇതൊരു ഉദാഹരണമായിട്ട് കണ്ടാൽ മതി. എറണാകുളത്തിന് ഒരു ഉത്ഭവഭാവമുണ്ട്. എന്താണ്? പാറേക്കാട്ടിൽ പിതാവ് വത്തിക്കാനെ കബളിപ്പിച്ച് നേടിയതാണ് ജനാഭിമുഖം. എന്നിട്ടത് മൊത്തം പ്രചരിപ്പിച്ചു. ആദാമ് ഹൗവ പിശാചിന്റെ വാക്ക് കേട്ട് കബളിപ്പിക്കപ്പെട്ടു. ഇത് തന്നെയാണ് പാറക്കാട്ടിൽ പിതാവ് ചെയ്തത്. കർദിനാൾ പാറക്കാട്ടിലൊക്കെ, അതുകൊണ്ടാണ് വത്തിക്കാൻ രാജിവെപ്പിച്ചത്. അദ്ദേഹം വത്തിക്കാനെ കബളിപ്പിച്ച് ഒരു തക്സയുണ്ടാക്കി ജനാഭിമുഖം വത്തിക്കാൻ പറഞ്ഞിട്ടാണ്, 2 വത്തിക്കാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഒരു നുണ പറഞ്ഞ് കബളിപ്പിച്ച് ഒരു ഉത്ഭവഭാവം തുടങ്ങി. സീറോ മലബാർ സഭയുടെ ഉത്ഭവഭാവം എറണാകുളത്താണ് ആരംഭിച്ചത്. എന്നിട്ടത് എല്ലാവർക്കും വ്യാപിച്ചു. ആദാമന്റെയും ഹവ്വയുടെയും പാപം മറ്റുള്ളവർക്ക് വ്യാപിച്ചതുപോലെ.
ഇതിപ്പോ ഫരീദാബാദിലേക്കും അതിന് പുറത്തേക്കും ബാധിച്ചിരിക്കുകയാണ്. ഈ പാറക്കെട്ടിൽ പിതാവ് തുടങ്ങി വെച്ച ആദ്യ പാപം. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ, ഈ ആദാമിന്റെയും ഹവ്വയുടെയും പാപത്ത് പുറത്ത് കടക്കാൻ ദൈവം തന്നെ മനസ്സിലാക്കേണ്ടി വന്നു. പുറത്തുനിന്ന് ഒരാൾ വരേണ്ടി വന്നു. ഇതുപോലെ എറണാകുളത്തിന്റെ ആദ്യ പാപത്ത് പുറത്ത് കടക്കണമെങ്കിൽ അവർക്ക് പുറത്തു നിന്നുള്ള ഒരു രക്ഷകൻ ആവശ്യമാണ്. അവർക്ക് വേണ്ടി കുരിശിൽ മരിക്കാൻ തയ്യാറുള്ള ഒരു രക്ഷകൻ. അവരെ പിന്നെയും പാപത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന പാമ്പിന്റെ സ്വഭാവമുള്ള ആദ്യ സർപ്പത്തിന്റെ രൂപമുള്ള ഒരാളല്ല. പുറത്തുനിന്ന് വരുന്ന രക്ഷകൻ അവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന ഈ ഉത്ഭവപാപത്തിന്റെ വേരുകൾ അറുത്തു മാറ്റുന്ന ഒരാളായിരിക്കണം. ഇത് ഞാൻ വെറുതെ ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല. നമ്മുടെ കൺവെട്ടത്തുള്ള ഒരു ഉദാഹരണം ഉത്ഭവപാപത്തിന്റെ ഈ കരാള ഹസ്തത്തെ വ്യക്തമായി ആവിഷ്കരിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതിനാൽ ഈ തിരുവചന ഭാഗം നമുക്കെല്ലാവർക്കും ബാധകമായിരിക്കുന്നതാണ്. നമ്മൾ മാമോദിസ സ്വീകരിക്കുന്നത്, നമ്മൾ നിർവചനം നമുക്കറിയാലോ, ജന്മപാപത്തിൽ നിന്നും കർമ്മപാപം ഉണ്ടെങ്കിൽ അതിൽ നിന്നും മോചനം നേടാൻ. അങ്ങനെ ഈ ആദാമിൽ ജനിച്ച മനുഷ്യവംശത്തിൽ നിന്ന് നമ്മൾ അറുത്തു മാറ്റി സ്വർഗത്തിന്റെ മനുഷ്യനായ, ആത്മാവിന്റെ മനുഷ്യനായ യേശുവുമായിട്ട് ഉൾച്ചേർക്കപ്പെടുക. അവന്റെ തുറന്നു കിടക്കുന്ന ഉത്തിത ശരീരത്തിൽ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ അവിടെ നിന്നൊഴുകിയ ജീവജലത്താലും അവിടെ നിന്നൊഴുകിയ ജീവരക്തത്താലും നമ്മൾ ഒട്ടിച്ച് ചേർക്കപ്പെട്ട് അപ്പോൾ നമ്മൾ മരണത്തിൽ നിന്ന് ഉത്ഥാനത്തിൽ കൈ ഇങ്ങനെ ചുവട് വെക്കുന്നു. പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പിലേക്ക്, മോചനത്തിലേക്ക് ചുവട് വെക്കുന്നു. ആ ചുവടുവെപ്പിൽ എപ്പോഴെങ്കിലും പാകപ്പെടുമെന്നാൽ കുമ്പസാരിക്കുന്നു. പിന്നെ നമ്മൾ മരിക്കുന്നത് വരപ്രസാദ അവസ്ഥയിലാണെങ്കിൽ നാം നിത്യമായി അനശ്വര ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷേ ഇപ്പോഴേ അനശ്വര ജീവിതത്തിൽ ജീവിച്ചാലേ ഈ ശാരീരിക മരണം വഴി ആ ജീവൻ തകർക്കപ്പെടാതിരിക്കൂ. അതുകൊണ്ടാണ് ജീവൻ തന്നെയായ ദൈവം നമ്മിലേക്ക് ചുവട് വെക്കുന്നത് ദിവ്യകാരുണ്യത്തിലൂടെ. അങ്ങനെ ഈ മരണം എന്ന പുഴയുടെ അപ്പുറത്തേക്ക് നമ്മളെ പിടിച്ച് കയറ്റുകയാണ് മരണത്തിൽ നിന്നും ഉത്ഥാനം ചെയ്ത, മരിച്ചവരിൽ നിന്നും ഉത്ഥാനം ചെയ്ത യേശുക്രിസ്തു. അതുകൊണ്ടാണ് അവൻ ഏകരക്ഷകനായിരിക്കുന്നത്, ഏക മധ്യസ്ഥനായിരിക്കുന്നത്. നമുക്ക് ആ യേശുവിൽ അഭയം പ്രാപിക്കാം. അപ്പോൾ എറണാകുളത്തെ മാത്രമല്ല, ഈ ലോകത്തിലെ മുഴുവൻ ഉത്ഭവപാപത്തിന്റെ സകല കറകളും ആ വേരുകളും അറുത്തു മാറ്റി ഈ വരപ്രസാദത്തിന്റെ ദൈവിക ജീവന്റെ ആ അവസ്ഥയിലേക്ക് നമുക്ക് കടക്കാനും ആ കടന്നവർക്ക് അതിൽ ജീവിക്കാനും സാധിക്കും. എപ്പോഴെങ്കിലും വീണുപോയാൽ നമുക്കത് വീണ്ടെടുക്കാനായിട്ട് കർത്താവ് തന്നെ കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്രയും കാരുണ്യം കാണിച്ചാൽ പോരെ ദൈവം? ഇതിനൊക്കെ നമുക്ക് എങ്ങനെയാ നന്ദി പറയാൻ കഴിയുക? അതിനാൽ ഈ വരപ്രസാദാവസ്ഥയിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി, ഈ ഉത്ഭവപാപത്തിന്റെ വേരുകൾ അറുത്തു മാറ്റാനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടാൻ വേണ്ടി ഈ നോമ്പ് കാലത്ത് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.